ബാക്ക് ടു യുവർ ചാനൽ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഇന്നൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സീരിയസ്ലി ഞാൻ ഇന്നിവിടെ ഇല്ല, ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ബോക്സ് കണ്ടത്. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ ഇത് തന്നെ പെർഫെക്റ്റ് ടൈം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐറ്റംസ് എൻ്റെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പലർക്കും പല രീതിയായിരിക്കും അല്ലേ, ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കണത് ഉപയോഗിക്കണമൊക്കെ പല രീതിയിലാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്വല്ലറി ആയിക്കോട്ടെ, ലോഞ്ചറി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യണേ എന്നുള്ളത് നോക്കാം. ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. വർഷങ്ങളിലായിട്ട് ഞാൻ കുറേ ബോഡി മിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അക്വലോജിക്കയുടെ സൺ കിസ് വാനില എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസ് കേട്ടോ. ഇതിലെ വാനില ഫ്രാഗ്രൻസ് ഇല്ലേ, സീരിയസ്ലി ഭയങ്കര കംഫർട്ടിങ് ആണ്. നമ്മളിങ്ങനെ ഒരാളെ വാമായിട്ട് ഹഗ് ചെയ്യില്ലേ, ആ ഒരു ഫീൽ ആട്ടോ എനിക്ക് ഈ മിസ്റ്റ് അപ്ലൈ ചെയ്യാൻ നേരത്ത് കിട്ടണം. ഈ ഒരു മിസ്റ്റില്ലേ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്മെല്ല് മാത്രമല്ല, ഇതിലെ ഹാലറോണിക് ആസിഡ് സ്കിന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യും. ഈ മിസ്റ്റ് എത്ര നേരം ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഹാൻഡ് കർച്ചീഫിലേക്ക് ഈ മിസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 to 4 hours കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇത്രയും അവേഴ്സ് കഴിഞ്ഞിട്ടുമില്ലേ ഇതിൻ്റെ സ്മെല്ലിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ. നല്ലൊരു കംഫർട്ടിംഗ് ആയിട്ടുള്ള വാനില ഫ്രാഗ്രൻസ് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം റിഫ്രഷിംഗ് ആയിട്ടുള്ള ബോഡി മിസ്റ്റ് ആട്ടോ വിത്ത് കംഫർട്ടിംഗ് അരോമ ഓഫ് വാനില. ഇതിൽ ഹാലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിൽ നല്ല വാനില ഫ്രാഗ്രൻസ് ആണ്, നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലതാണ്. നിങ്ങൾ നല്ല ബോഡി മിസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അക്വലോജിക്കയുടെ റിഫ്രഷ് പ്ലസ് വാനില ബോഡി മിസ്റ്റ് ട്രൈ ആവുന്നതാണ് കേട്ടോ. ജസ്റ്റ് സ്റ്റീൽ ഡീൽ 499 റുപ്പീസിനാണ് ഇത് കിട്ടുന്നത്. എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ 2025 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്വലോജിക്കയുടെ വെബ്സൈറ്റിൽ 20% ഓഫറും കൂടി കിട്ടുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഐറ്റം ഇല്ലേ, ഈ ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം ചിലവർക്കെങ്കിലും കണ്ടപ്പോഴത്തേക്കും ക്ലിക്ക് ആയിട്ടുണ്ടാവും. ഇത് നമ്മളുടെ ചോക്ലേറ്റ് ഇല്ലേ, ഫെറോ റോഷർ എന്നാണ് പറഞ്ഞ പ്രൊണൗൺസിയേഷൻ, നല്ല ഗോൾഡൻ കവറിലൊക്കെ പൊതിഞ്ഞ് വരുന്ന ഉണ്ട ചോക്ലേറ്റ്, അതെ അതിൻ്റെ കൂടാണിത്, അതിൻ്റെ ബോക്സാണ്. ഇത് ഞാൻ ഒരു ട്രിക്ക് ചെയ്തിട്ട് ഓർഗനൈസറാക്കി മാറ്റിയേക്കും കേട്ടോ. ഇത് താഴത്തെ പോർഷനിൽ ഇപ്പോഴും നിങ്ങൾക്ക് ബ്രാൻഡിങ് നോക്കിയാൽ കാണാം കേട്ടോ. ആ പൊക്കത്ത് വരുന്ന ലിഡ് എടുത്തിട്ട് ഞാൻ താഴെ വെച്ചു. പ്ലസ് ഈ ട്രേ ഇല്ലേ, ഈ ഗോൾഡൻ ട്രേ, ഇത് കണ്ടോ, എനിക്കിപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈ ബ്രാൻഡിങ് വന്ന ഐറ്റം ഞാൻ ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ട്രേ പൊക്കത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴത്തെ പോർഷനാണ് ഞാൻ ലിഡാക്കി യൂസ് ചെയ്യണമെന്നുള്ളതാണ് സത്യം. ഇത് കണ്ടോ. അപ്പോൾ എൻ്റെ ഡെയിലി ജ്വല്ലറീസും അതുപോലെ തന്നെ എൻ്റെ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള മിനിമൽ ജ്വല്ലറീസ് ഇല്ലേ, മിനിമൽ ആയിട്ടുള്ള മാല, മിനിമൽ ആയിട്ടുള്ള കമ്മൽ, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, ഈ സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് മിക്കവാറും സമയങ്ങളിൽ എൻ്റെ വാനിറ്റിയുടെ മുകളിൽ തന്നെ ഉണ്ടാകും. ഇവിടെ ഞാനിപ്പം പുറത്തേക്ക് പോയി വരികയാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്വല്ലറി എടുത്ത് ഇടും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ആ ജ്വല്ലറി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ് പൊതുവെ. ഭയങ്കര രസമുള്ളതാണ് കേട്ടോ ഇത്. കാരണം ഇല്ലേ, ഓരോരോ ഇങ്ങനെ കുഴികളുള്ളത് കൊണ്ടിട്ടില്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഐറ്റംസ്, ഇവൻ കമ്മലായിക്കോട്ടെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഭയങ്കര നല്ലതാണ്. ഹെവി ആയിട്ട് മേക്കപ്പ് ഇടുന്ന ദിവസങ്ങളിലില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയേക്കണത് ഈ ഒരു പെട്ടി അല്ല, ഇതിലുള്ള ഐറ്റംസ് ആണ്, വേറൊന്നും അല്ല കേട്ടോ. ഇത് ടിഷ്യൂ ബോക്സ് ആണ്. ടിഷ്യൂ ബോക്സ് മാത്രമല്ല, നമുക്ക് കോട്ടൺ പാഡ് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇയർബഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് വെക്കാം. അതെനിക്ക് മിക്കവാറും ഇല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിങ് ലൈനറൊക്കെ എഴുതാൻ നേരം സ്പ്രെഡ് ആവാൻ നേരത്താണ് ഇതിൻ്റെ ആവശ്യം, ഇയർബഡിൻ്റെ ആവശ്യം. അപ്പോൾ ഈ ഒരു ഐറ്റം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈവൻ ടിഷ്യൂ ഒക്കെ ആണെങ്കിലേ നമ്മൾ സാധാരണ ബോക്സ് ആയിട്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതലാണ്. പകരം നമുക്ക് ഇങ്ങനെ കുറേ എണ്ണം, ഒരു 10 എണ്ണത്തിൻ്റെ പാക്ക്, അതുപോലെ തന്നെ ഒരു 20 എണ്ണത്തിൻ്റെ പാക്കൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ ഇതിൽ റീഫിൽ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ ഫില്ല് ചെയ്യണമെന്നുള്ളത്. ആമസോണിൽ നിന്നില്ലേ ഒരു ഇതുപോലെ 10 എണ്ണത്തിൻ്റെ പാക്ക്, ഇത് ഇങ്ങനെയല്ല, ഇതുപോലത്തെ 10 എണ്ണം 20 എണ്ണത്തിൻ്റെ ഒക്കെ പാക്ക് കിട്ടും. ഇത് എൻ്റെ കാറിലും എനിക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കും ആവശ്യമാണ്. ഇവൻ ഞാൻ എൻ്റെ ഇടയ്ക്ക് ബാഗിലിടും കേട്ടോ, കാരണം എളുപ്പത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തീരാനാവാൻ നേരത്തെ ഒരു കുറച്ച് ഷീറ്റ് ഞാൻ ബാഗിലെടുത്ത് വെക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യണത്. അപ്പം ഈ ബോക്സ് വന്നിട്ടില്ലേ, നമുക്കിത് ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഈ ലിഡ് ഓപ്പൺ ആക്കിയില്ലേ നമുക്ക് ടിഷ്യൂ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ഉണ്ട്. ഇത് നമ്മുടെ ടിഷ്യൂ തീരാനാവാൻ നേരത്തില്ലേ നമ്മുടെ ടിഷ്യൂവിന് ഇങ്ങനെ പൊക്കി കൊണ്ടുവരാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. സ്പ്രിങ് ആദ്യം പ്ലേസ് ചെയ്യാം, അതിനുശേഷം ഇല്ലേ ഈ ടിഷ്യൂ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടിഷ്യൂ എടുക്കാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇവിടത്തെയും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഞാൻ എപ്പോഴും മേടിച്ച് വെക്കുന്ന കോട്ടൺ പാഡ്സ്.
കോട്ടൺ പാഡ്സ് ഇങ്ങനെ കുറച്ച് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ കോട്ടൺ പാഡ് എടുക്കുക, ഓർഡറിൽ എടുക്കണേ, എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഒരു ദിവസം നമ്മൾ ഫുൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യണ ദിവസമാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു കോട്ടൺ പാഡിൽ ഇച്ചിരി റിമൂവർ ഒഴിക്കുക, ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ മുഖം കഴുകി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് തുടക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടിഷ്യൂ എടുക്കാം. ഇവൻ ഇത് നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുപോകുകയാണെങ്കിലില്ലേ നമുക്കിതെല്ലാം ഒറ്റയടിക്ക് നടക്കും. പിന്നെ ഈ ഒരു കണ്ടോ ഇയർബഡ്സ് ഇല്ലേ, നമ്മൾ ക്യൂട്ടിപ്പ് എന്നൊക്കെ പറയും, ഈ സാധനം നമുക്കിത് ഈ ഒരു സൈഡിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമ്മളിപ്പം വിങ് ലൈനറൊക്കെ എഴുതുവാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മഡ്ജൊക്കെ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതെന്തെല്ലാം താഴെ പോകണം കുറച്ചില്ലേ ഇങ്ങനെ റിമൂവർ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കാം, നല്ലതായിരിക്കും. ഇതിപ്പം നമുക്ക് 3 സാധനങ്ങളും ഒരു ഇതിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നോട് എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചോദിക്കണതാണ് ഈ ഒരു ഓർഗനൈസറിനെ പറ്റിയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ത് ഓർഗനൈസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ വലിയ വലിയ പീസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മെക്കാനിക്കുകൾക്കോ ഇവിടെ വലിയ ഞാൻ ചെയ്യണം കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളതായിരിക്കാം. ഇവൻ നമുക്ക് എന്തും ഓർഗനൈസ് ചെയ്യാതിരിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ലോഞ്ചറേയും അതുപോലെ തന്നെ പാഡഡ് അല്ലാത്ത ബ്രാസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതിൽ ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇല്ലേ 6 കമ്പാർട്ട്മെന്റ്സ് വരണ ഒരു ബോക്സ് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. ഞാൻ എൻ്റെ പാൻറ്റീസും കാര്യങ്ങളും ആട്ടോ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാറ്. ഇവൻ ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ബോക്സില്ലേ, ഈ ബോക്സിൽ ഞാൻ എൻ്റെ പാഡ് അല്ലാത്ത ബ്രാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇവനിപ്പോൾ ഒരെണ്ണത്തിൽ തന്നെയാണെങ്കിൽ നമുക്കില്ലേ 2 എണ്ണമൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇതുണ്ടോ 2 എണ്ണമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാനും പറ്റും. അങ്ങനെ പിന്നെ എൻ്റെ ബിക്കിനീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ. ഞാൻ ബീച്ചിൽ പോകാൻ നേരത്ത് ഫോറിനിൽ ഇടുന്ന സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പാൻറ്റീസും കാര്യങ്ങളും വെക്കാം. ഇതിൽ നമുക്കില്ലേ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇല്ലേ ഒരു 5 എണ്ണമൊക്കെ വേണമെങ്കിൽ ചില സമയത്ത് ഫിറ്റ് ആവും എന്നുള്ളതാട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ്. കാണിച്ചു തരുത് വെച്ച്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ലേ ഇതിനില്ലേ ലിഡ് ഉണ്ടെന്നുള്ളതാണ്. കാരണം ലിഡ് ഉള്ളപ്പോൾ ഇല്ലേ നമ്മളുടെ ആ ഒരു പാൻറ്റീസും കാര്യങ്ങളും എല്ലാം ഇല്ലേ ഭയങ്കര സേഫായിട്ട് പൊടിയൊന്നും കയറാണ്ട് ഭയങ്കര എന്താ പറയുക ഹൈജീനിക് ആയിട്ട് ഇരിക്കും എന്നുള്ളതാട്ടോ. ഇവൻ എനിക്കിപ്പോൾ സമയമില്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ മടക്കാനും ഞാൻ നിൽക്കില്ല. ചില സമയത്ത് ഇതങ്ങോട്ട് ഇട്ടിട്ട് അടച്ചു വെക്കും. കാരണം ഇത് ബോക്സിൽ ലിഡ് വരണ കൊണ്ടിട്ട് ഭയങ്കര സെക്യൂർ ആയിട്ട് ഇരിക്കും എന്നുള്ളതാട്ടോ. ഞാൻ ലിങ്കും കാര്യങ്ങളും മാക്സിമം ഞാൻ ഇത് ബ്രോഡ്വേന്ന് മേടിച്ചതാണ്, എറണാകുളം ബ്രോഡ്വേന്ന് മേടിച്ചതാണ്. ഇത് ആമസോണിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ ലിങ്കും കാര്യങ്ങളും. നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ലോഞ്ചറീസും കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ. ഇവനിപ്പോൾ നിങ്ങൾക്കിപ്പം ഇതുപോലെ ഡ്രോയർ വെക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ അലമാരിയിലൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അലക്കിയ തുണി എടുക്കുക, ആ ഒരു പാൻറ്റീസും കാര്യങ്ങളും എടുത്ത് വെക്കുക, ഇട്ടിട്ട് വെക്കുക. ഭയങ്കര ഈസി ആട്ടോ ഇതുണ്ടെങ്കിൽ. ഓൾറെഡി ഞാൻ ഇതെൻ്റെ ഇല്ലേ വാർഡ്രോബ് ഓർഗനൈസിങ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ബാസ്ക്കറ്റ്സിലാക്കിയിട്ട് ഔട്ട്ഫിറ്റ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയട്ടെ. കാറ്റഗറി ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇവനിപ്പോൾ ഒരു ടീഷർട്ട്സ് ആണെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ, അതുപോലെ തന്നെ പാൻറ്റ്സ് ആണെങ്കിൽ ഒരു ബാസ്ക്കറ്റ്സിൽ. ശരിയാണ്, നമ്മുടെ യൂഷ്വൽ നമ്മൾ മടക്കി വെക്കണേക്കാലോ ഹാങ് ചെയ്യണേക്കാലോ കുറച്ചും കൂടി സ്പേസ് ഇത് കൺസ്യൂം ചെയ്യും. പക്ഷേ ഇല്ലേ ഭയങ്കര ഈസി ആട്ടോ. എനിക്ക് എപ്പോഴും മടക്കി ഓരോന്ന് എടുക്കുമ്പോൾ താഴെ വീണ് അത് വീണ്ടും മടക്കി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ബാസ്ക്കറ്റ് കണ്ടോ, ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാനില്ലേ വെക്കേഷൻ ഫിറ്റ്സ് ആയിട്ട് ഇട്ട് വെച്ചേക്കണം. അതെൻ്റെ വെക്കേഷന് പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ ഇട്ട് വെച്ചേക്കണം. അതാകുമ്പോൾ എനിക്ക് വാർഡ്രോബിൽ നിന്ന് അതങ്ങ് എടുക്കുക. വെക്കേഷന് പോകുമ്പോൾ വേണ്ട ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഭയങ്കര യൂസ്ഫുൾ ആണ് അങ്ങനെ വരാൻ നേരത്ത്. അത് മാത്രമല്ല എനിക്ക് വേഗം ആക്സ് ചെയ്യാൻ പറ്റും. ഇവനിപ്പോൾ തിരിച്ചെടുത്ത് വെക്കണമെങ്കിലും മടക്കണം എന്നില്ല, അങ്ങനെ തന്നെ എടുത്തങ്ങ് വെച്ചാൽ മതി. കാരണം ഈ ബാസ്ക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര നല്ലൊരു ഹാക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിയ ബാസ്ക്കറ്റ് വേണം അത്യാവശ്യം സാധനങ്ങൾക്കുള്ളൂ. ഞാനിവിടെ ഈ ഒരു അട്ടർ മെസ്സിൽ വെച്ചേക്കണ ഐറ്റം ഇല്ല എൻ്റെ ഓർഗനൈസിങ് സ്റ്റാൻഡ് ആട്ടോ. എൻ്റെ ബ്രാൻഡ്സ് അയച്ചു തന്നെ PR-കളും അതുമാത്രമല്ല ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യണ സൺസ്ക്രീനും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഇത് ഏകദേശം ഇല്ലേ 4 തട്ടിലാണ് വരണം. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഏതൊരു ചെറിയ സ്പേസിലേക്ക് നമുക്കിത് കയറ്റി വെക്കാം എന്നുള്ള കേട്ടോ. ഞാനത് ഈ പർപ്പസിന് യൂസ് ചെയ്തേക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഗ്യാപ്പിലേക്ക് നിങ്ങൾക്ക് ഉള്ളി, സവാള, അതുപോലെ തന്നെ കുഞ്ഞു വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബോക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും നല്ലതാണ്.
ഇത് ഭയങ്കര ഇല്ലേ സ്പേസ് സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റം ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. വലിയ റേറ്റും ഇല്ല കേട്ടോ ഇതിന്. ഏകദേശം ഒരു ചെറിയ റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇല്ലേ ഇതിപ്പോൾ 4 തട്ടായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് 3 തട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കണ്ടോ ഇത് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഈ ഒരു ഐറ്റത്തിനുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്പേസും മതി. ഇവൻ ചെറിയൊരു ഗ്യാപ്സിൽ വരെ ഇത് നമുക്ക് തള്ളിക്കയറ്റി വെക്കാനായിട്ട് പറ്റും എന്നുള്ള. ഇവൻ താഴത്തെ പോർഷനിൽ ഇതിന് വീലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇത് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര ശ്രദ്ധിക്കണം. അത്രയ്ക്ക് സ്റ്റഡിയൊന്നും അല്ല. എപ്പോഴും നിങ്ങളില്ല വല്ല മതിലുണ്ടെങ്കിൽ ആ മതിലിനോട് ചാരി വെക്കുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ട് സൂക്ഷിക്കാം. കാരണം അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു മതിലിൻ്റെ കോർണറിലേക്ക് എന്തെങ്കിലും സപ്പോർട്ടോടുകൂടി വെക്കാനായിട്ട് ഇത് ഭയങ്കര നല്ല ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ അൽക്കൊലത്തെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറയാം. കാരണം ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വീഡിയോ. റോ കണ്ടന്റ്, അതുപോലെ തന്നെ അൺപ്ലാൻഡ് വീഡിയോ, ഇതൊക്കെ കൊള്ളാം അല്ലേ. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്ന് നോക്കി ഇത് ചെയ്യാം, ഇത് ചെയ്താൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ഗൈസ് വേണമെങ്കിൽ. പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്കും മേടിക്കാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്, ബൈ.